കുറച്ചധികം തിരക്കുകൾ കാരണം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി. ഇതേ നമ്മൾ ട്രിവാൻഡ്രം മാരേജിന് പോയിട്ട് തിരിച്ച് കൊച്ചിയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള നൈറ്റാണ് കേട്ടോ. തിരിച്ചു പോകാൻ ട്രെയിനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിൽ പോകാമെന്നാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നേരെ വെളുക്കുമ്പോൾ നമുക്ക് കൊച്ചി എത്തിയാൽ മതി. അപ്പോൾ നൈറ്റ് ഒരുപാട് ടൈം നമുക്ക് ബാക്കിയുണ്ട്. അങ്ങനെ നമ്മളൊരു പടത്തിന് പോകാൻ തീരുമാനിച്ചു. ഹലോ മമ്മി മൂവിയാണ് കേട്ടോ ബുക്ക് ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ നമ്മൾ പടം തുടങ്ങുന്നതിനും അരമണിക്കൂർ മുന്നേ ലുലു മോൾ എത്തി. എന്നിട്ട് തൗഫിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമുക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കാം, എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള സെൽഫി ടീയിൽ പോയി ഒരു നഗ്ഗറ്റ്സ് കോംബോ ഓർഡർ ചെയ്തു. 119 രൂപ കൊടുത്ത് ഓർഡർ ചെയ്ത നഗ്ഗറ്റ്സ് കോംബോയിൽ ആകെ 4-5 പീസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് സിനിമയൊക്കെ ബുക്ക് ചെയ്ത് മോളുകളിൽ പോകാനുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ മാത്രം പോവുക, ഇല്ലെങ്കിൽ നമ്മുടെ പോക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്ത ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളതുകൊണ്ട് 500+ GST കൊടുത്ത് അൺലിമിറ്റഡ് പോപ്കോൺ ഓർഡർ ചെയ്ത് വന്നേക്കാണ്. സിനിമ കാണുന്ന അത്രയും നേരം നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് പോപ്കോൺ കഴിക്കാവുന്ന രീതിയിലാണ് കൊണ്ടുവന്നത്. പക്ഷേ ആ ഒരു ബക്കറ്റ് കഴിച്ചു തീർക്കാൻ പറ്റ പാട് നമുക്കേറിയുള്ളൂ. ഇനിയാണ് ഈ വീഡിയോയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നത്. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്നൊക്കെ കേട്ടില്ലേ, അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ബസ്സിലൊക്കെ പോവല്ലേ, കുറച്ച് ലിക്വിഡ് മണി കയ്യിരിക്കട്ടെ എന്ന് വിചാരിച്ച് മാഡിയെ കൊണ്ട് ATM നിന്ന് ക്യാഷ് എടുപ്പിക്കാൻ നോക്കിയതാണ്. ATM മെഷീനിൽ നമ്മുടെ കാർഡ് സ്റ്റക്കായി. പഠിച്ച പണി 18 നോക്കിയിട്ടും ആ കാർഡ് വരുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ അവിടെ എഴുതി വെച്ചു. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴോ അടുത്ത ട്വിസ്റ്റ്, ബസ്സൊന്നും കിട്ടാനില്ല. അവസാനം കിട്ടിയ ഒരു AC ലോ ഫ്ലോറിൽ കയറി 450 രൂപയും കൊടുത്തിട്ടാണ് നമ്മൾ കൊച്ചി എത്തിയത് കേട്ടോ. കാശ് കുറച്ച് കൂടുതലാണെങ്കിലും നല്ല കംഫർട്ടായിട്ട് ഉറങ്ങിയൊക്കെ വരാൻ പറ്റി കേട്ടോ.